It is an experiment. Can you find out the path of light through a triangular prism using a laser torch? Record it in your science diary. ഇപ്പോൾ അവിടെ ഒരു ട്രയാങ്കുലർ പ്രിസം ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലേസറും. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ദി പാത്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രിസം കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ പ്രിസത്തിൻ്റെ ഓരോ സൈഡ്സിലും എന്ത് ചെയ്യുക, നോർമൽസ് എന്ത് ചെയ്യുക, ഇമാജിനറി ആയിട്ടുള്ള നോർമൽ ലൈന് നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. അപ്പോൾ എയറിൽ നിന്നാണ് പ്രിസത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. Air has much lesser optical density than the prism. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ when the laser ray travel towards the prism and get deviated towards the normal. ഇപ്പോൾ ഒരു ലോവർ ഡെൻസിറ്റി മീഡിയത്തിൽ നിന്ന് ഇവിടെ ഹയർ ഡെൻസിറ്റി മീഡിയത്തിലേക്കാണ് ലൈറ്റ് റേ, അതായത് ലേസർ ബീംസ് ട്രാവൽ ചെയ്യുന്നത്. So the laser beams deviates towards the normal. ഇപ്പോൾ നോർമൽ അതായത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഇമാജിനറി ലൈന് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ റേസ് ആ ലൈനിൻ്റെ അടുത്തേക്കാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ആ മൂവ് ചെയ്യും, ആ പാത്ത് കണ്ടിന്യൂ ചെയ്യും. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് സർഫസിലെത്തി, അല്ലെങ്കിൽ ബാക്ക് സൈഡിലെത്തി എന്ന് പറയും. ഓപ്പോസിറ്റ് സർഫസിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാവ് ടു ബി എ ഹയർ ഡെൻസിറ്റി മീഡിയം ആൻഡ് എ ലോവർ ഡെൻസിറ്റി മീഡിയം. അപ്പോൾ അവിടെ ലേസർ ബീം ട്രാവൽസ് ഫ്രം ഹയർ ഡെൻസിറ്റി മീഡിയം ടു എ ലോവർ ഡെൻസിറ്റി മീഡിയം. സോ ദി ലൈറ്റ് റേ ഓർ ദി ലേസർ ബീം ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോയി അല്ലേ, നോർമലിന് എവേ ആയിട്ടാണത് ഡീവിയേറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പോൾ രണ്ട് കേസസും പ്രിസത്തിൻ്റെ കേസിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ഫിഗർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡെപ്പിക്റ്റ് ചെയ്ത് വരയ്ക്കുക. വരച്ചതിന് ശേഷം പേഴ്സണലായിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദി ആംഗിൾ ഓഫ് റിഫ്രാക്റ്റഡ് റേ വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ എ റേ എൻറ്റേഴ്സ് എ മീഡിയം. അപ്പോൾ എന്താണ് ചേഞ്ച് സംഭവിക്കുന്നത്? It increases. The angle of refraction increases. Can you analyze the table and find out the change? What other conclusion can you arrive at the right from the table? ഇപ്പോൾ ടേബിളിൽ നിന്ന് വേറെ എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് നമുക്ക് അറൈവ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ when light passes through different pairs of media, the angle of refraction increases. The angle of refraction increase ചെയ്യുന്നുണ്ട് with the angle of incidence. അപ്പോൾ angle of incidence increase ചെയ്യുമ്പോൾ angle of refraction എന്ത് ചെയ്യുന്നുണ്ട്, increase ചെയ്യുന്നുണ്ട്. And the ratio of sine of the angle of incidence to the sine of angle of refraction remains a constant. That is sin I by sin r. It remains constant in the experiment we conducted, and this constant is called a refractive index. ഒരു പുതിയൊരു ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നതിന് മുന്നേ നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ കുറച്ച് വാല്യൂസിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിട്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഈ എക്സ്പെരിമെൻറ്റിൻ്റെ വാല്യൂസ് ഒന്നുകൂടി കൺസിഡർ ചെയ്യാം. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ഇൻ ഇൻക്രീസിങ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ദർ ഒബ്സർവ്സ് എ ഇൻക്രീസ് ഇൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇപ്പോൾ സൈൻ എ ബൈ സൈൻ ആർ എന്നാണ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ വാട്ട് സ്പെഷ്യാലിറ്റി ഈസ് ഒബ്സർവ്ഡ് ഇൻ ദി വാല്യൂ ഓഫ് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്
to the sign of angle of refraction. That is, the value are constant one. That is refractive index. അപ്പോൾ അടുത്തിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ comprises of 2 points. First one is the angle of incidence, the angle of refraction, and the normal at the point of incidence on the surface of separation of two media will always be in the same plane. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ the angle of incidence, angle of refraction and the normal lies in the same plane. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പോയിന്റ്, that is sin I by sin r is equal to a constant. This equation can be called as Snell's law. രണ്ടാമത്തെ പോയിന്റ് ആണ് Snell's law, that is the ratio of sin of angle of incidence to the sin of angle of refraction, that is sin I by sin r will be always a constant. So these 2 points comprises the loss of refraction. ഇപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ അതേ ഒരു പാറ്റേണിലാണത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 2 പോയിൻറ്റ്സ് ആണ്. 2 പോയിൻറ്റ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. The constant from Snell's law is known as refractive index. This is indicated by letter. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ ഈ Snell's law വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയുന്നതാണ്. Speed of light in media and refractive index. How is the refractive index of a medium related to the speed of light? For answering the question, we have to find what we mean by a refractive index. അപ്പോൾ നമ്മൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം refers to the ratio between the speed of light in vacuum or air to that of speed of light in that medium. അപ്പം നമ്മളോട് ഒരു മീഡിയത്തിൻ്റെ ഇവിടെ നമ്മൾ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ we divides the values of speed of light in air or vacuum, that is 3 into 10 raised to 8 to speed of light in water. അപ്പോൾ അവിടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഉള്ള വാല്യൂ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം with respect to another is called relative refractive index. That is a refractive index of one medium with respect to another medium. ഇപ്പോൾ 2 മീഡിയംസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്യുകയാണ് ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മൂവിങ് ഓൺ ടു ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. The refractive index of a medium with respect to vacuum is called absolute refractive index. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള അതായത് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചിട്ടുള്ള ടൈമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം, ദാറ്റ് ഈസ് C by V, where C is the speed of light in air and V is the speed of light in the medium. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയത്തിൻ്റെ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എയറുമായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പോൾ ഇവിടെ 2 മീഡിയം എയർ അല്ലാത്തത് വാക്യൂം അല്ലാത്ത 2 മീഡിയംസ് ആണ് വിചാരിക്കുക, വാട്ടറും ഗ്ലാസ്സും വിചാരിക്കുക. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്.
അപ്പോൾ അതാണ് ആ രണ്ട് ടോപ്പിക്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇവിടെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n21 can be expressed as refractive index of 2 with respect to 1, that is refractive index of second media with respect to first media. It is given by speed of light in medium 1 divided by speed of light in medium 2, that is v1 by v2. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് n21 can be expressed as refractive index of second medium with respect to first medium, and is given by v1 by v2, where v1 is the speed of light in medium 1 and v2 is the speed of light in medium 2. So n21 is equal to v1 by v2, and what will be the refractive index n12, that is n12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ refractive index of first medium to that of second medium. സെക്കൻഡ് മീഡിയത്തിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ n12 ഈസ് ഈക്വൽ ടു v2 by v1. അപ്പോൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ തന്നിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. n21 ഈസ് ഈക്വൽ ടു v1 by v2, where n21 ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം, and n12 ഈസ് ഈക്വൽ ടു v2 by v1, where n12 is refractive index of first medium with respect to second medium. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലേശൊരു ടഫായുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിന് നമ്മൾ പഠിക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് പഠിക്കാം, ദാറ്റ് ഈസ് c/v. എന്നിട്ട് മനസ്സിലാക്കുക നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണിത്. n21 is equal to v1 by v2 and n12 is equal to v2 by v1. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ടേബിൾ സെക്ഷനാണ്. അപ്പോൾ ഗ്ലാസ്, വാട്ടർ, ഡയമണ്ട്സ് ആർ ദി മീഡിയംസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടേബിൾ 5.6 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൺസിഡർ ചെയ്യുക, ദാറ്റ് ഈസ് n12 or n21. 5.6b ആണെങ്കിൽ നമ്മളിവിടെ ഗ്ലാസും വാട്ടറാണ്. അപ്പോൾ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം, ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം. അപ്പോൾ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആൻഡ് വാട്ടർ ആർ ഗിവൺ ഇൻ ദി ടേബിൾ 5.6. If the speed of light in water is 2.25 into 10 raised to 8 meter per second, calculate the speed of light in vacuum. B. Calculate the speed of light in glass. അപ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n is equal to c/v. From that we get, നമുക്കിവിടെ c ആണ് കണ്ടതല്ലേ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഓർ എയർ ആണ് നമുക്കിവിടെ കാണാനുള്ളത്. ഇക്വേഷൻ എങ്ങനെ മാറും, c is equal to v into n, that is speed of light in vacuum is equal to speed of light in water into refractive index. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, is equal to 2.25 into 10 raised to 8 into 4/3 is equal to 3 into 10 raised to 8 meter per second. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഗ്ലാസ്സിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മീഡിയമാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഇക്വേഷൻ തന്നെ കൺസിഡർ ചെയ്യാം. n is equal to c/v ആണ്. നമുക്ക് എന്താണ് കണ്ടത്, v ആണ് കണ്ടത് അല്ലേ. v is equal to n by c. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 3 into 10 raised to 8 by 3 into 2.
ഇപ്പോൾ ആൻസർ എത്രയാണ്? 2 × 10⁸ m/s. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ 2 ക്വസ്റ്റ്യനും ആൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.